പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമത്തിനെതിരായ പ്രതിഷേധം അക്രമാസക്തമായി. മുർഷിദാബാദിലെ ജാൻഗിപൂരിൽ പ്രതിഷേധക്കാർ പോലീസ് വാഹനത്തിന് തീയിട്ടു. തൃണമൂൽ കോൺഗ്രസ് എം പി ഖലീലുർ റഹ്മാന്റെ ഓഫീസ് പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. പ്രദേശത്ത് ക്രമസമാധാന പാലനത്തിന് പോലീസിന് പുറമെ BSFനെയും വിന്യസിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, വഖഫ് നിയമത്തിനെതിരെയാണ് ഈ ഒരു പ്രതിഷേധം. എപ്പോഴാണ് ഇത് അക്രമാസക്തമായത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ജയലക്ഷ്മി, ഇന്നലെ വൈകിട്ടാണ് ഈ പശ്ചിമ ബംഗാളിൽ ഈ വഖഫ് നിയമത്തിനെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നത്. ഇതിന്റെ ഭാഗമായി ദേശീയപാത 12 അതായത് മുർഷിദാബാദ് ജില്ലയിലെ ദേശീയപാത 12 കടന്നുപോകുന്ന ജാംഗിപൂരിന് സമീപത്താണ് വലിയ തോതിലുള്ള അക്രമ സംഭവം നടന്നിരുന്നത്. ഈ ദേശീയപാത 12 ഉപരോധിക്കാൻ വേണ്ടി ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുകയും തുടർന്ന് ഈ റോഡിലും മറ്റും ഉണ്ടായിരുന്ന തടസ്സം പോലീസ് നീക്കം ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് ഈ സമരം അക്രമാസക്തമായത്. ഈ ഒരു പോലീസ് വാഹനവും നിരവധി വാഹനങ്ങളും, ഒരു പോലീസ് ജീപ്പും നിരവധി വാഹനങ്ങളും ഈ അക്രമികൾ തീയിടുകയാണ് ഉണ്ടായത്. തുടർന്ന് ഈ അക്രമികൾ തൃണമൂൽ കോൺഗ്രസ് MP ഖലീലുർ റഹ്മാന്റെ ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു. ഈ സമീപത്തൂടെ കടന്നുപോയിരുന്ന ഈ റെയിൽവേ പാത അതിൽ കയ്യേറുകയും തുടർന്ന് ട്രെയിൻ സർവീസുകൾ മണിക്കൂറുകളോളം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ സംസ്ഥാന പോലീസിന് പുറമെ ക്രമസമാധാന പാലനത്തിന് BSFനെയും വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഈ മേഖലയിൽ ഈ നിലവിൽ ഈ ഇന്റർനെറ്റ് സേവനവും മറ്റും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഈ പശ്ചിമ ബംഗാൾ പോലീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ മുർഷിദാബാദിലെ ഈ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അവിടെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലെത്തിയിട്ടുണ്ട് എന്നതാണ്. പക്ഷേ അക്രമകാരികളെ കണ്ടെത്തുന്നതിനും ഈ പൊതുമുതൽ നശിപ്പിച്ചവരെ കണ്ടെത്തുന്നതിനുമൊക്കെയുള്ള വ്യാപകമായ തിരച്ചിൽ അവിടെ നടക്കുന്നുവെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുള്ളത്. ശരി ബാലഗോപാൽ, ഇപ്പോൾ എന്തായാലും ക്രമസമാധാന പാലനത്തിന് പോലീസിന് പുറമെ BSFനെയും വിന്യസിച്ചിട്ടുണ്ട്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.